മാല എങ്ങനെ ഇവിടെ വന്നു? ഇത് ഞാൻ ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ വെച്ചിരുന്നാണല്ലോ. ഈ പാക്കറ്റിലുള്ളതേ അങ്ങനെ തന്നെ വെച്ചേക്കെ. അത് വേറൊരു ആവശ്യത്തിനുള്ളതാ. ശരി. ദേവി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വെച്ചിരുന്ന മാല ശ്രീലക്ഷ്മിയുടെ കയ്യിലാണല്ലോ എത്തിച്ചേർന്നത്. ദേവി, നീ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? എന്താടോ, തനിക്ക് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നുമില്ലേ? നമ്മൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും ചോദിക്കുന്നില്ലേ? അത് ഏതോ ഫാക്ടറി വിസിറ്റിനോ പ്ലാൻ വിസിറ്റിനോ ആണ് പോകുന്നതെന്നാണ് സർ ഞാൻ കരുതിയിരുന്നത്. അത് കൊള്ളാം. ഓഫീസ് ആവശ്യത്തിനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നമ്മൾ പുറപ്പെടുമായിരുന്നു. അതാ ഞാനും ആലോചിച്ചത്. പിന്നെ ആലോചിച്ചു, കരുതി, എന്നിട്ട് ചോദിച്ചില്ല. അതൊന്നും ഒരു വിഷയമല്ല സർ. സാറിനോടൊപ്പം വരുമ്പോ എന്തിനാ അതൊക്കെ ചോദിക്കുന്നേ? ഇതൊന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളല്ലല്ലോ. അതാരാണ് നോക്കി? തന്നെ ഇടക്കിടക്ക് വരട്ടാറുള്ള ഭ്രാന്തൻ അത് തന്നെയല്ലേ? അതെ സർ. സാറിന് ഇങ്ങനെ മനസ്സിലായി? അത് പിന്നീടുള്ള ചോദ്യം. ഇപ്പതേ തനിക്ക് വേണ്ടി മുൻകൂട്ടി തീരുമാനിച്ച് കാത്തിരിക്കുന്ന പോലെയുണ്ട് അയാളുടെ ഇരിപ്പ് കണ്ട. സർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്നല്ലേ താൻ പറഞ്ഞത്? താൻ പോയി എന്താ പറയാനുള്ളതെന്ന് അയാളോട് ചോദിക്കും. ഗോ. വേണ്ട സർ, നമുക്ക് ഇവിടുന്ന് പോവാം. എനിക്ക് ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട്. പേടിക്കണ്ട ശ്രീലക്ഷ്മി. ഇന്നത്തോടുകൂടി ഈ ഭ്രാന്തം പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം. അയാളോട് നേരിട്ട് സംസാരിച്ചാൽ തനിക്ക് സമാധാനം കിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. അല്ല, തന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പൊ ഉത്തരം കിട്ടിയല്ലോ അല്ലേ? അയാളോട് ചോദിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടണ്ടേ സർ? ഇൻഫാക്ട് ഇനി മേലാൽ സാറിനെ പറ്റി മോശമായിട്ട് സംസാരിക്കരുതെന്ന് എനിക്ക് അയാളോട് പറയണമായിരുന്നു. അത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. സന്തോഷം. എന്നിട്ട് താൻ വരട്ടെ, ഇപ്പൊ അയാളൊന്നും പറഞ്ഞില്ല എന്നെ പറ്റി? പറഞ്ഞു.
സാറിനെ അയാൾ ദൈവത്തെ പോലെ കാണുന്നതെന്ന്. What? അതെ സർ, സത്യമായിട്ടും അയാൾക്ക് സാറിനെ പറ്റി നല്ല അഭിപ്രായ. വേറെ ആരോ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് സാറിനെ കുറിച്ച് അപവാദം പറയിപ്പിക്കുന്ന ഇതൊക്കെ. My God. You are talking nonsense. ഞാനല്ല സർ, പറഞ്ഞത് അയാളാ. എനിക്ക് മനസ്സിലാത്തത് സാറിന് ഇത്ര വലിയ ശത്രു ആരാണെന്നാ. അതും ഇങ്ങനൊരു ഭ്രാന്തനെ കൊണ്ട് പറയിപ്പിക്കുന്നതില് അയാൾക്ക് എന്താണ് ലാഭം മനസ്സിലാവുന്നില്ല. മനസ്സിലാകാത്തതിനെയാണ് നോൺസെൻസ് എന്ന് പറയുന്നത്. അല്ല, തനിക്കതൊക്കെ കേട്ടപ്പോ വിഷമമായോ? പിന്നെ ആകാതെ, സാറിനെ ഇഷ്ടപ്പെടാത്ത ഏതോ ഒരാളാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതോ ഒരു വൃത്തികെട്ട മനുഷ്യൻ അല്ലെങ്കിൽ സ്ത്രീ. സാറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന അയാളോട് ഞാൻ ക്ഷമിക്കില്ല. മാത്രല്ല, ഇങ്ങനെയൊക്കെ ദൈവം തന്നെ വന്ന് നേരിട്ട് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. അത്രയ്ക്ക് സാറിന് വിശ്വാസമാണ് എനിക്ക്. ഐ ട്രസ്റ്റ് യു സർ. ഐ ട്രസ്റ്റ് യു അലോട്ട്. വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തനിക്ക് നെക്ലസ് എങ്ങനെ കിട്ടിയ? അത് അമ്മ. വാട്ട്? അമ്മയോ? ഏയ് അല്ല സർ, അതിന്റെ മറുപടി പറയാൻ എനിക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അത് കിട്ടിയിട്ട് ഞാൻ പറയാം. എന്താ, അതുപോലെ സാറിന്? ശരി ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. വാ, പോവാം നമുക്ക്. ശരി. സാർ വരുന്നില്ലേ? അമ്മ അച്ഛനൊന്ന് കണ്ടിട്ട് പോവാം സർ. ഇനിയൊരു ദിവസം വരെ സുലക്ഷ്മി, ഇന്ന് വേറെ ചില ആവശ്യങ്ങളുണ്ട്. ഓക്കെ സർ, എന്നാ പിന്നെ കാണാം. ഞാൻ പോവാ. ബൈ. സുലക്ഷ്മി, സർ, ജസ്റ്റ് ഒന്നുകൂടെ കൺഫേം ചെയ്യാനാ. സത്യമായിട്ടും ആ മാല അമ്മ തന്നെ തന്നാണല്ലേ? സർ, മാല ആര് തന്നെന്നും എപ്പ തന്നെന്നും വീണ്ടും വീണ്ടും ചോദിക്കല്ലേ? സാർ എന്താ ഞാൻ കള്ളം പറയാന്ന് കരുതി എന്നെ ടെസ്റ്റ് ചെയ്യൊന്നും അല്ലല്ലോ? ടെസ്റ്റ് ചെയ്യാനോ? അതെ, എനിക്ക് സാറിന് നന്നായി അറിയാം. എല്ലാം അറിഞ്ഞു വച്ചിട്ടും ഒന്നും അറിയാത്ത പോലെ ചില സമയത്ത് പെരുമാറുന്ന ആളാ സാറ്. ഇക്കാര്യത്തിലും സാർ അത് തന്നെയല്ലേ ചെയ്യുന്നേ? അമ്മയുടെ കൈവശം ആ നെക്ലസ് കൊടുത്തു വിട്ടിട്ട് അമ്മ വന്നോ, അമ്മയാണോ നിനക്ക് നെക്ലസ് തന്നത് എന്നൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു. ഇങ്ങനെ മനുഷ്യനെ വെറുതെ കളിപ്പിക്കല്ലേ സർ, പ്ലീസ്. ഹേയ്, നോ നോ നോ, അങ്ങനെയല്ല സുലക്ഷ്മി. ഒരിക്കലും അമ്മയുടെ കൈകളിൽ ഞാനൊന്നും കൊടുത്തുവിട്ടിട്ടില്ല. ഓ മൈ ഗോഡ്, അപ്പൊ സത്യമായിട്ടും സാറല്ലേ അമ്മയെ വീട്ടിലേക്ക് അയച്ചത്? അങ്ങനെയാണെങ്കിൽ അമ്മ തനിയെ വന്ന് സാറ് വാങ്ങിയ നെക്ലസ് തന്നിട്ട് പോന്ന് വെച്ചാ? അതെന്താ ഇപ്പൊ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം? താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് സത്യമാണ് സുലക്ഷ്മി. ഞാൻ അമ്മയുടെ കയ്യിൽ തനിക്ക് തരാൻ നെക്ലസ് കൊടുത്തുവിട്ടിട്ടില്ല. ഹലോ ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ് സർ. സീറ്റിൽ വന്ന് അന്വേഷിച്ചപ്പോഴാ സാറ് പോയിന്ന് അറിഞ്ഞത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറിനൊരു 1 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണമായിരുന്നു. ചോദിച്ചോളൂ, എന്റെ അറിവിലുള്ളതാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ പഴയ കുറെ ഫയൽസ് എല്ലാം നന്നായി റെഫർ ചെയ്ത് നോക്കി സർ, പക്ഷെ ഒന്നും കിട്ടിയില്ല ഈ നിമിഷം വരെ. എന്ത് കിട്ടിയില്ലാന്ന്?
സർ ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1999-2000 പീരീഡിൽ ഒരു പുതിയ പാറ്റേൺ സാരികളുടെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് നമ്മുടെ കമ്പനിയില്. ആ അതിൽ ഏകദേശം ഒരു 5000 സാരികള് ഒരു പെർട്ടിക്കുലർ ഫാബ്രിക്കിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ പാറ്റേണിലുള്ള സാരികള് അതിനു മുമ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, അതിനുശേഷവും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അതാണ് സ്ട്രേഞ്ച് ആയ കാര്യം. ഓ ഐ സീ. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് എന്താന്ന് വെച്ചാൽ ആ മുഴുവൻ സാരികളും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു എന്നുള്ളത്. പക്ഷെ അതൊന്നും സെയിൽസ് ആയതല്ല, അല്ലാതെയോ പോയിരിക്കുന്നത്. സെയിൽസ് ആകാതെ 5000 സാരി പോയോ? അതെങ്ങനെ സംഭവിച്ചു? അതന്നെയാണ് സർ എനിക്കും അറിയാത്തത്. ഇനി അത് ആർക്കെങ്കിലും ദാനം ചെയ്തോ, അതോ വേസ്റ്റ് ആക്കിയോ, അതോ മറ്റെന്തെങ്കിലും പർപ്പസിന് ഉപയോഗിച്ചോ എന്നൊന്നും ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല നമുക്ക്. ഓ സാറിന് അതിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ. അയ്യോ ഇല്ല ശ്രീലക്ഷ്മി, ഇറ്റ്സ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ. അങ്ങനെയാണെങ്കിൽ സർ എനിക്ക് തോന്നുന്നു ഇതിന് പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്നോ. ഐ ടു തിങ്ക് സോ. ഉണ്ടാകും. യു സി, ആ സമയത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഓഫീസ് കാര്യത്തെ പറ്റിയൊന്നും എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനേ അമ്മയോട് ചോദിക്കാം ഇതിനെപ്പറ്റി. അമ്മയ്ക്ക് അറിയാൻ പറ്റും പല കാര്യങ്ങളും. അപാരം മെമ്മറി പവറാ. എന്താ, അമ്മയെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ ഇൻഫർമേഷൻ തന്നാ പോരെ? ഓക്കെ സർ, മതി. ആ ഓക്കെ സർ, താങ്ക് യു. ആ ശ്രീലക്ഷ്മി, തനിക്ക് അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഓഫീസിൽ തന്നെ ഉള്ളത് ചേട്ടായിയോട് ചോദിക്കല. ചേട്ടായിക്കും അറിയാൻ പറ്റും ഇവിടത്തെ പഴയ കാര്യങ്ങൾ. ശരി സർ, ഞാൻ ചോദിക്കാം. എക്സ്ക്യൂസ് മീ സർ. ആ ശ്രീലക്ഷ്മി വരൂ. സർ. ആ പറയൂ. സർ 1999-2000 വർഷങ്ങളിൽ ഒരു പുതിയ പാറ്റേൺ ഫാബ്രിക് രാജനന്ദിനിക്ക് വേണ്ടി നമ്മുടെ കമ്പനി ഉൽപ്പാദിപ്പിച്ചിരുന്നു. പിന്നീട് ആ സ്റ്റോക്ക് മുഴുവനും തീർന്നു. പക്ഷെ അതിന്റെ സെയിൽസ് ഡീറ്റെയിൽസ് ഒന്നും ഫയലിൽ കാണുന്നില്ല. താനെന്തിനാ അത്രയും പഴയ ഫയൽസ് ഒക്കെ പരിശോധിക്കുന്നത്? അല്ല, 5-10 വർഷത്തിന് മുമ്പുള്ള ഫയൽസ് പരിശോധിച്ചാൽ മതി. രാജനന്ദിനിക്ക് വേണ്ടി തനിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. സർ. ആ നജീബ്, സർ, സാറിന് ഭക്ഷണം കൊണ്ടുവരട്ടെ? ആ കൊണ്ടുവരൂ. താനും കൂടുമല്ലേ, ഒരുമിച്ച് കഴിക്കാം നമുക്ക്. ഊണ് വരുത്തണ്ട സർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറിനോട് കഴിക്കാതെ. ആണോ? വെരി ഗുഡ്. അപ്പോ എന്താ സ്പെഷ്യൽ? പാവയ്ക്കത്തോരൻ, കൊഞ്ച് തീയൽ, പിന്നെ നെല്ലിക്കാച്ചാറും ഉണ്ട് സർ. ഓ സൂപ്പർ. നജീബിക്ക, എന്റെ ചോറ് പാത്രം എടുത്തോണ്ട് വരുമോ? ഒരു സ്പൂൺ കൂടി എടുത്തോളൂ. ശരി മേഡം, ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ, ഇതെന്ത് പറ്റി? സർ, എന്റെ കൈ മുറിഞ്ഞു. അതാ ഞാൻ സ്പൂൺ കൊണ്ടുവരാൻ. മൈ ഗോഡ്. നോട്ടെ, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. എന്താ പറ്റിയത്, അത് പറയൂ. രാവിലെ ഞാൻ മലക്കറി മുറിച്ചപ്പോ. മലക്കറി മുറിച്ചപ്പോഴോ? അതെ സർ, അപ്പൊ പറ്റിയതാ. മുറിഞ്ഞു കൊറേ രക്തം പോയി. താൻ എന്താ കരുതിയത് ഞാനൊരു വിഡ്ഢിയാണെന്നോ? രവിവർമ്മൻ സാറിന്റെ മുമ്പില് താൻ ആരാണെന്നോ തന്റെ വിചാരം? താൻ കൊണ്ടുവരുന്ന പഴഞ്ചോറും ചമ്മന്തിയും കഴിക്കാൻ വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളെ തന്നെ താൻ കണ്ടെത്തി. ഗ്രേറ്റ്. സമ്മതിക്കണം തന്റെ ധൈര്യത്തെ. ബട്ട് ലുക്ക്, സാൻഡ്ര ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്റെ ഭക്ഷണം സാറിനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കില്ല. അത് സാൻഡ്രയുടെ നിശ്ചയമാ, ഒരിക്കലും മാറാത്ത നിശ്ചയം. ഏതിനും നീ രവിയോട് തന്നെ ചോദിക്കും. രവിക്ക് അതറിയാൻ പറ്റൂ ഈ വക രഹസ്യങ്ങളല്ല. ഇപ്പൊ നീ വാ, നമുക്ക് ആഹാരം കഴിക്കാം.
സാന്ദ്ര ഇങ്ങനെ എന്നെ കൊല്ലാക്കൊല ചെയ്യാൻ ഇനി അനുവദിക്കാൻ പാടില്ല. എന്താ അതിനൊരു സൊല്യൂഷൻ? ആ, ഒരു കാര്യം ചെയ്താലോ? ബ്രദറിനോ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഒരു CA കാരിയായിരിക്കണം, അല്ലെങ്കിൽ MCOM എങ്കിലും പാസ്സായാൽ മതി. സാന്ദ്രയെക്കാളും കഴിവുള്ള കുട്ടിയായിരിക്കണം എന്നേ ഉള്ളൂ. അതോടെ എനിക്കുള്ള സാന്ദ്രയുടെ ശല്യം മാറിക്കിട്ടും. ക്ലബിലെ മിനി നായര ഇതിനൊക്കെ എന്നെ സഹായിക്കാൻ പറ്റിയ ആള്. ഇപ്പൊ തന്നെ മിനി ചേച്ചി വിളിച്ചോളെ. ആ, ഹലോ മിനി ചേച്ചി, ഒരു സഹായം വേണമല്ലോ. നമ്മുടെ ചേട്ടായി രവിചന്ദ്രവർമ്മന് ഒരു പെണ്ണ് വേണം, ഒരു CA കാരി. നല്ലൊരു പ്രപ്പോസൽ എവിടെ കിട്ടും? ഭയങ്കര ബോറായി പോയി. ഒരു ചെറിയ കള്ളം പോലും നേരെ ചൊവ്വ പറയാനറിയാത്ത ജന്മം. വലത് കൈ കൊണ്ട് പച്ചക്കറി അരിയുമ്പോ വലത് കൈ തന്നെ മുറിയാറില്ലല്ലോ എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു കളഞ്ഞു. ഭക്ഷണവും കഴിച്ചില്ല, കള്ളം പൊളിയും ചെയ്തു. കഷ്ടം. ഗവൺമെന്റ് സാർ എന്ത് വിചാരിക്കുന്നുണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും സാറ് പോയി, ഇനിയിപ്പോ എന്തായാലും സമയമുണ്ട്. ഫാക്ടറി വിസിറ്റ് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നല്ലേ? അങ്ങോട്ട് പോയാലോ? അതോ ഇനി ഈ ഫയലുകളിൽ തന്നെ വീണ്ടും കുത്തിയിരിക്കണം? അതുകൊണ്ട് സാറ് വഴിക്ക് വല്ലതും പോകുന്നെങ്കിൽ. സോറി, രവിവർമ്മൻ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്യും, രവിവർമ്മൻ സാറ് ഫ്രീ ആകുമ്പോ സാറിനോട് തന്നെ ചോദിക്കേ, അതാ നല്ലത്. തൽക്കാലം എന്നോടൊപ്പം വരണ്ട. ഫാക്ടറിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, മാഡം ഭക്ഷണം കഴിച്ചില്ലേ? സമയം കഴിഞ്ഞല്ലോ. ചെന്നെ കഴിക്കാൻ നോക്ക്, ഞാൻ പോട്ടെ. സർ, ഒരു മിനിറ്റ്. എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്. ഇന്ന് രാമമൂർത്തി സാറും ഇവിടെ ഇല്ല, രഘുവർമ്മൻ സാറിനും അറിയില്ല ക്ലിയർ ചെയ്യാൻ. അതുകൊണ്ടാ ചോദിക്കുന്നത്. 1999, 2000 കാലഘട്ടത്തിൽ ഒരു പെർട്ടിക്കുലർ ഡിസൈനില് നമ്മുടെ കമ്പനി. മാഡം ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലിയറിംഗ് എന്ന് പറയുന്ന ആ ജോലി വേറെ, എന്റെ ജോലി വേറെ. മാഡം എന്തിനാ ആ പഴയ കേസ് ഫയൽ എടുത്ത് തലേ കയറ്റി വെച്ചിരിക്കുന്നേ? അതങ്ങ് വിട്ടേക്കുന്നേ. അല്ലെങ്കിലും ഈ പഴയ കാലത്തെ ഫയലുകളും അതിലെ കുഴപ്പങ്ങളും കണ്ടുപിടിക്കാൻ ഇറങ്ങിയ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് ഉറപ്പാ. ഉറക്കം പോവും. അതുകൊണ്ട് ഈ അന്വേഷണം അങ്ങ് വിട്ടേക്ക്. അതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. അതെ, നീ പറഞ്ഞില്ലേ ആ ഗോഡൌൺ കേസ്, അവൻ 20 ലക്ഷം പോരാ, ഇനിയും കൂടുതൽ വേണമെന്നാ പറയുന്നത്. അവരത് നേരിട്ട് പറഞ്ഞോ? നേരിട്ടല്ല, മീഡിയേറ്ററെ വെച്ച്. രവി, നീ ഒന്ന് മോളിയാ മതി, അവൻ പിന്നെ ഈ ഭൂമി തന്നെ ഉണ്ടാവില്ല. പറയൂ, എന്ത് ചെയ്യണം ഞാൻ? കാം ഡൗൺ രാജാറാം. അങ്ങനെ ഓരോരുത്തരെയും അവസാനിപ്പിക്കാനായിരുന്നെങ്കിൽ അത് നമുക്ക് എന്നെ ചെയ്യാമായിരുന്നു. ഇക്കാര്യത്തിൽ പണത്തിന്റെ കാര്യം ഒരു ഇഷ്യൂ ആക്കണ്ട. എത്രയെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. എത്രയും വേഗം എനിക്ക് ആ തലവേദന ഒഴിവാക്കണം. ഇനി ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് അവൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ചോദിക്കുന്ന കാശ് കൊടുക്കാന്ന് പറഞ്ഞ? അല്ല രവി, നമുക്കൊന്നുകൂടി സംസാരിച്ചിട്ട്. നോ, നീ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. പണം എത്രയെന്ന് വെച്ചാൽ കൊടുത്തത് ആ വിഷയം സെറ്റിൽ ചെയ്യും. എന്നിട്ട് ആ കോമ്പൗണ്ടിന് ചുറ്റും ഇലക്ട്രിക് വേലി കെട്ടണം. ഇനി ആരും അതിനകത്ത് പോകാൻ പാടില്ല. അതാണ് ആവശ്യം.
അല്ല നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് പോരെ ഇതൊക്കെ. നോ രാജാറാം, നീ പറയുന്നത് കേട്ടാ മതി. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഓക്കെ? ഹലോ, എന്നെയാണോ മാഡം വിളിക്കുന്നത്? ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ സാറിനെ തന്നെയാ വിളിച്ചത്. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കിയതാ. ഞാനിന്ന് ഫുൾ ടയർഡായി. ടുഡേ ഐ ആം ബോർഡ് ഓഫ് മീറ്റിംഗ്സ്, സ്പീച്ചസ്, ട്രാവൽ. ഓ മൈ ഗോഡ്, ഐ ആം ഫെഡ് അപ്പ്. അയ്യോ സാർ, എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കാറുന്നില്ലേ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? റെസ്റ്റൊക്കെ ഇനി ഇത് മേലിലോട്ട് പോയതിനു ശേഷം മാത്രം. ഫുൾ റെസ്റ്റ്. സാർ, എന്തിനു സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ സാർ എന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞല്ലോ, തന്നെ സീരിയസ് ആക്കണ്ട. സീരിയസ് ആക്കും. ഞാൻ ഇത്രയും സമയം സാറിനെ കാത്തിരുന്നത് ഇത് കേൾക്കാനല്ല. ഇനി സാർ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. മറ്റുള്ളവരോടൊക്കെ പോസിറ്റീവായി സംസാരിച്ചിട്ട് ഇപ്പൊ എന്റെ മുമ്പിൽ മാത്രം നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു. ഓക്കെ 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 ഓക്കെ, ഞാനത് പിൻവലിച്ചിരിക്കുന്നു. ഐ ആം സോറി. ഇനി ആ വിഷയം വിടാം നമുക്ക്. അല്ല, കയ്യിലെ മുറിവിപ്പ് എങ്ങനെയുണ്ട്? പറഞ്ഞില്ല. ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞു. ആണോ? ഇത്ര പെട്ടെന്ന്? സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ഒരു സൂപ്പർ ഫാസ്റ്റും ഇല്ല. മുറിവ് ഉണങ്ങിയിട്ടില്ല ഇതുവരെ. ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും ബാൻഡേജ് ആയിട്ടുണ്ട് വരും. അല്ലെങ്കിൽ ഇത് പഴുത്തും വ്രണമാകുമെന്ന് ഉറപ്പാ. എവിടെ കഴിഞ്ഞിട്ടേ ഞാൻ കെട്ടിത്തരാം. ഇത് കേട്ട തോന്നുമല്ലോ മായച്ച് നഴ്സ് പണിയൊന്നും കിട്ടാത്തോണ്ട് കല്യാണ ബ്രോക്കർ പണി തുടങ്ങിയെന്ന്. തുടങ്ങുന്നെങ്കിൽ തുടങ്ങട്ടെടി. അതത്ര കുറച്ചിലുള്ള ജോലിയൊന്നും അല്ലല്ലോ. ഇപ്പൊ കല്യാണ ബ്രോക്കർ പണി, ഫോട്ടോ എടുക്കല്, വീഡിയോ എടുക്കലെന്നൊക്കെ പറഞ്ഞോ ലക്ഷങ്ങളുടെ ബിസിനസ്സാ. നീ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കിയോ മായേ, നമുക്ക് ആലോചിക്കാം. അത് മാത്രമല്ല, എല്ലാ പത്രങ്ങളിലെയും മോൾക്ക് പറ്റിയ മെട്രിമോണിയൽ പരസ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ വെട്ടിയെടുത്ത് വെക്കണം. അതെങ്ങനെ വെട്ടിയെടുക്കുന്നേ? അതിലെ നമ്പർ നോക്കിട്ട് വിളിച്ചാ പോരെ? അപ്പൊ ഉറപ്പിക്കാലോ കാര്യങ്ങള്. അപ്പൊ ഉറപ്പിക്കാലോ. എടി പിടിന്ന് വിളിക്കാനും ഉറപ്പിക്കാനും ഒക്കെ ഇത് കാര്യക്കച്ചവടമൊന്നുമല്ലല്ലോ. മോളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ട ഒരാളെയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. അത് 1-2 ദിവസം കഴിഞ്ഞ് സൗകര്യം പോലെ വിളിച്ചാ മതി. 1-2 ദിവസം എന്ന് പറഞ്ഞ് ഗണപതിയുടെ കല്യാണം പോലെ നീട്ടിക്കൊണ്ട് പോകാതിരുന്നാ മതി. എനിക്കത്ര പറയാനുള്ളൂ. എന്റെ ദൈവമേ, ഇവിടെ കരിനാക്ക് വിളിച്ച് പറയണുണ്ടോ? നീ നോക്കിക്കോടി, മാറന്ന്.